നമസ്കാരം. വടക്കേ ആഫ്രിക്കൻ അതിർത്തിയിൽ നിന്ന് സ്പെയിനിലേക്ക് പതിനായിരക്കണക്കിന് അഭയാർത്ഥികൾ ഒഴുകിയെത്തിയ സംഭവത്തിൽ സ്പാനിഷ് സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. കുടിയേറ്റക്കാരോട് സ്പാനിഷ് സർക്കാർ പുലർത്തുന്ന അയഞ്ഞതും ഉദാരവുമായ സമീപനമാണ് ഈ കൂട്ടത്തോടെയുള്ള അതിക്രമിച്ചു കയറ്റത്തിന് വഴിവെച്ചതെന്നാണ് ഉയർന്ന ആരോപണം. മൊറോക്കോയിൽ നിന്ന് സ്പെയിനിന്റെ അധീനതയിലുള്ള സെവൂത്ത മേഖലയിലേക്ക് പതിനായിരക്കണക്കിന് അഭയാർത്ഥികൾ അതിക്രമിച്ചു കയറിയ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ഷെങ്കൻ കരാറിൽ നിന്ന് സ്പെയിനിനെ പുറത്താക്കണമെന്ന് ഇറ്റലി പരസ്യമായി ആവശ്യപ്പെട്ടു. അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സ്പെയിൻ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഈ കടുത്ത നിലപാടിലേക്ക് എത്തിയത്. യൂറോപ്പിലെ 29 രാജ്യങ്ങൾക്കിടയിൽ പാസ്പോർട്ടോ മറ്റ് അതിർത്തി പരിശോധനകളോ ഇല്ലാതെ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന സംവിധാനമാണ് ഷെങ്കൻ ഏരിയ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചാൽ ആ മേഖലയിലെ മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും പ്രത്യേക വിസയോ പരിശോധനകളോ ഇല്ലാതെ യാത്ര ചെയ്യാനാകും. സ്പെയിനിൽ അഭയാർത്ഥിയായി അംഗീകരിക്കപ്പെട്ടാലും ഇതേ ആനുകൂല്യം ലഭിക്കുമെന്നതാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. സെവൂത്ത വഴി സ്പെയിനിലേക്ക് കടക്കുന്ന അഭയാർത്ഥികൾ ഭാവിയിൽ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് നിയന്ത്രണമില്ലാതെ ഒഴുകിയെത്തുമെന്നതും ഇത് യൂറോപ്പിന് മൊത്തത്തിൽ വലിയ തലവേദനയാകുമെന്നും ഇറ്റലി നിരീക്ഷിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്പെയിനുമായിട്ടുള്ള ഷെങ്കൻ കരാർ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള അസാധാരണമായ നടപടികൾ സ്വീകരിക്കാൻ തന്റെ സർക്കാർ തയ്യാറാണെന്ന് ജോർജിയ മെലോണി വ്യക്തമാക്കിയത്. 5 ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാനുള്ള സ്പെയിൻ സർക്കാരിന്റെ തീരുമാനം വലിയ ദുരന്തമാണെന്ന് ഇറ്റലി ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ഉദാര സമീപനങ്ങൾ മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും അഭയാർത്ഥികളെ കൂടുതൽ ആകർഷിക്കാൻ കാരണമാക്കുമെന്നും ഇറ്റലി കുറ്റപ്പെടുത്തി. ഈ നയങ്ങളാണ് ഇപ്പോൾ സെവൂത്തയിൽ കണ്ട അനിയന്ത്രിതമായ അഭയാർത്ഥി പ്രവാഹത്തിന് വഴിയൊരുക്കിയതെന്നാണ് ഇറ്റലിയുടെ വാദം. ഇറ്റലിയുടെ ഈ കടുത്ത ആവശ്യത്തെ പിന്തുണച്ച് ഫിൻലൻഡും രംഗത്തെത്തിയിട്ടുണ്ട്. ഷെങ്കൻ മേഖലയുടെ പുറം അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ സ്പെയിൻ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് ഫിൻലൻഡ് ആഭ്യന്തരമന്ത്രി മാരി രന്താനൻ ആരോപിച്ചു. സ്വന്തം അതിർത്തികൾ കൃത്യമായി സംരക്ഷിക്കാൻ കഴിവില്ലാത്ത രാജ്യങ്ങൾക്ക് ഷെങ്കൻ മേഖലയിൽ അംഗമായി തുടരാൻ അർഹതയില്ലെന്നും അവർ തുറന്നടിച്ചു. എന്നാൽ ഇറ്റലിയുടെയും മറ്റു രാജ്യങ്ങളുടെയും വിമർശനങ്ങളെ സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് ലൂയിസ് അൽബരാസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇറ്റാലിയൻ നേതാക്കൾ കുടിയേറ്റ പ്രശ്നത്തെ സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അയൽ രാജ്യങ്ങളിൽ നിന്നും സൗഹൃദ രാഷ്ട്രങ്ങളിൽ നിന്നും ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, മറിച്ച് യൂറോപ്യൻ ഐക്യദാർഢ്യമാണ് തങ്ങൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം പൂർണ്ണമായി തടയാൻ ഷെങ്കൻ സംവിധാനം തന്നെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രി മാറ്റിയോ സാൽവിനിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയം വലിയ നയതന്ത്ര ഭിന്നതയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. അതേസമയം മൊറോക്കോയിൽ നിന്ന് സ്പെയിനിന്റെ അതിർത്തി നഗരമായ സെവൂത്തയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കടലിൽ വീണും സുരക്ഷാ വേലി തകർന്നു വീണുമടക്കം 34 അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. അതിർത്തി മേഖലയിലുണ്ടായ അതിദാരുണമായ സംഭവത്തെ തുടർന്ന് നിലവിലെ അടിയന്തര സാഹചര്യം വിലയിരുത്താൻ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് സെവൂത്ത സന്ദർശിച്ചു. 100 കണക്കിന് ആളുകൾ ഒരേ സമയം അതിർത്തിയിലെ ഉയർന്ന വൻമതിലും സുരക്ഷാ വേലികളും മറികടക്കാൻ ശ്രമിച്ചതാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. അതിർത്തിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് മുന്നേറാനുള്ള ശ്രമത്തിനിടയിലുണ്ടായ അതിരൂക്ഷമായ തിരക്കിലും മതിലിൽ നിന്ന് താഴേക്ക് വീണും കടൽ വഴി നീന്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുങ്ങിയുമാണ് ഭൂരിഭാഗം പേരും മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ നിരവധി പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തെ തുടർന്ന് സെവൂത്തയിൽ സുരക്ഷ ശക്തമാക്കുകയും മൊറോക്കോ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം സെവൂത്തയിൽ എത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കടക്കാനായി അഭയാർത്ഥികൾ പ്രധാനമായി ഉപയോഗിക്കുന്ന പ്രധാന പാതകളിലൊന്നാണ് മൊറോക്കോ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്പാനിഷ് എൻക്ലേവായ സെവൂത്ത. ഏതാനും ദിവസങ്ങൾ കൊണ്ട് 60,000-ഓളം ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. അഭയാർത്ഥികളുടെ പ്രവാഹം അനിയന്ത്രിതമായതോടെ മേഖലയിൽ ഉടൻ തന്നെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും സൈന്യത്തെ ഇറക്കി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനും പ്രാദേശിക ഭരണകൂടം സ്പാനിഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തിയിലെ സുരക്ഷാ സംവിധാനങ്ങളും വേലികളും പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ഒരേ സമയം 10,000-കണക്കിന് ആളുകൾ അതിർത്തി കടന്നെത്തിയത് പ്രദേശത്ത് വലിയ മാനുഷിക സാമൂഹ്യ പ്രതിസന്ധിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മേഖലയിലെ സ്വീകരണ കേന്ദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞതോടെ താമസിക്കാൻ ഇടമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ നഗരത്തിലെ തെരുവുകളിൽ കഴിയുകയാണ്. സ്പെയിൻ ജയിക്കട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് കുടിയേറ്റക്കാരുടെ സംഘങ്ങൾ നഗരത്തിൽ തമ്പടിച്ചിരിക്കുന്നത് പ്രദേശവാസികളിലും വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീതി ഉയർത്തുന്നുണ്ട്.